ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്റ്ററിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. ഇയ്യോബ് 8-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ഇയ്യോബ് 8-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ സന്തോഷിച്ചിട്ട് വർഷങ്ങളായി, അല്ലെങ്കിൽ ഞാനൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിരിച്ചിട്ട് നാളുകളായി എന്നൊക്കെ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുള്ളവർ അല്ലേ. ഇന്ന് വേദപുസ്തകം നമ്മളെ പറയുകയാണ്, വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരികയാണ്, എന്നോ നീ സ്റ്റോപ്പ് ചെയ്ത നിന്റെ സന്തോഷവും ആ ചിരിയും ഇതെല്ലാം നിനക്ക് മടക്കി തരുവാൻ യഹോവ ശക്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും സാത്താനായവൻ നമ്മുടെ ഹൃദയത്തിന് ഒരു അതിരിട്ടിരിക്കുകയാണ്, ഇതിൽ കൂടുതൽ നീ ഇനി സന്തോഷിക്കത്തില്ല എന്ന് സാത്താനായവൻ ഒരു അതിരിട്ടിരി, ഒരു ചിരിയോ ഒരു സന്തോഷമോ നിൻ്റെ ലൈഫിൽ ഉണ്ടാകില്ലെന്ന് വാദിക്കുന്ന പൈശാചിക ശക്തിയോട് എതിർത്ത് നിന്ന് ഇന്ന് ക്രിസ്തുവിൻ്റെ വചനം നമ്മളോട് അതിനോട് എതിർത്ത് നിന്ന് പറയാൻ ദൈവം നമ്മുടെക്ക് തന്നിരിക്കുന്ന ഒരു വാക്യമാണിത്. അവൻ ഇനിയും ദൈവത്തിൻ്റെ സന്തോഷം, നമുക്കത് ആത്മാവിൻ്റെ ഫലങ്ങളിൽ വരുന്ന ഒന്നാണ് സന്തോഷം. അപ്പം ഈ ആത്മാവിൻ്റെ ഫലങ്ങളായ ഈ സന്തോഷം എന്നത് എൻ്റെയും നിൻ്റെയും അവകാശമാണ്. ഹല്ലേലൂയ, സ്തോത്രം അല്ലേ. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഇനിയും നിൻ്റെ വായിൽ യഹോവ എന്ത് തരും? ചിരി തരും. എന്നും ദുഃഖമായിരിക്കില്ല, എന്നും നിരാശയായിരിക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് സ്പഷ്ടമായി പറയുകയാണ്, ശത്രുവായവൻ ചില അതിരുകൾ ചിലരുടെ ജീവിതത്തിൽ വരച്ചിട്ടുണ്ട്. ഇനി നീ സന്തോഷം അനുഭവിക്കുകയില്ല, അല്ലെങ്കിൽ ഇനി നീ ചിരിച്ച് കാണത്തില്ല എന്ന ശത്രുവായവൻ ചില അതിരുകൾ ഇട്ടെങ്കിൽ ഇന്ന് നസ്രാന യേശുവിൻ്റെ വചനത്തിന് ബന്ധനമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് സ്പഷ്ടമായും ദൈവത്തിൻ്റെ ജനങ്ങളോട് സംസാരിക്കുകയാണ്. അതായത് ഇനിയും ഞാൻ നിനക്ക് സന്തോഷം തരും, ഇനിയും നിന്റെ വായിൽ ഞാൻ നിനക്ക് ചിരി തരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് സ്പഷ്ടമായി സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്ര. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ സന്തുഷ്ട ഹൃദയം ഒരു ഔഷധമാണ്. ആമേൻ, സ്തോത്ര. സന്തോഷത്തോടെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില രോഗങ്ങൾക്ക് അതെന്താണ്? ഔഷധമായി തീരും. ഹല്ലേലൂയ, സ്തോത്ര. ദൈവത്തിൻ്റെ വചനം സദൃശവാക്കി ഇങ്ങനെ പറയുന്ന സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ഹല്ലേലൂയ. കാരണം നമ്മുടെ ഹൃദയം ഇവിടെ ദൈവജനം സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ ജീവൻ്റെ ഉത്ഭവം, അതായത് ജീവൻ സന്തോഷത്തിൻ്റെ ഉത്ഭവം ആരംഭിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ നിന്നാണ്. അപ്പം നമ്മുടെ ഹൃദയത്തെ നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കണം. ആമേ, സ്തോത്രം അല്ലേ. ശത്രുവായവൻ്റെ ചിന്തകൾ വരാതെ, അല്ലെങ്കിൽ എന്നും നിരാശ വരാതെ വേണം അതിനെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഹല്ലേലൂയ, സ്തോത്രം അല്ലേ. ദൈവവചനം അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം കണ്ടെത്തുമെന്ന് ദൈവവചനം പറയാണ്. അപ്പോൾ ഒരു മാതാവിനോ പിതാവിനോ തരാൻ പറ്റാത്തൊരു സ്നേഹം, ഹല്ലേലൂയ, സ്തോത്രം, ഈ ലോകത്തിൽ ആർക്കും നമുക്ക് തരാൻ പറ്റാത്തൊരു സ്നേഹമോ ആശ്വാസമോ ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു സന്തോഷം, ഒരു ചിരി ദൈവമാണ് നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. എത്ര കഷ്ടതയുടെ നടുവിലാണ് നീ നിൽക്കുന്നതെങ്കിലോ, നിരാശയുടെ വക്കിലാണ് നീ നിൽക്കുന്നതെങ്കിലോ, നസ്രാന യേശു ഇന്ന് നമ്മളോട് പറയുകയാണ്, ഞാൻ ഇനിയും നിൻ്റെ വായിൽ ചിരിയും നിൻ്റെ ഹൃദയത്തിൽ സന്തോഷവും തരുവാൻ യേശു ക്രിസ്തു നമുക്ക് മതിയായവനാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ, അല്ലെങ്കിൽ എനിക്കിനി സന്തോഷിക്കാൻ കഴിയുകയില്ല, എൻ്റെ ഈ രോഗാവസ്ഥയിൽ എനിക്കിനി സന്തോഷിപ്പാനോ എനിക്കിനി ആനന്ദിപ്പാനോ ഒന്നുമില്ല എന്ന് ആരെങ്കിലും ഹൃദയത്തിൽ നിരൂപിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ സ്പഷ്ടമായി വിശ്വസിക്കുക. കാരണം ദൈവവചനം എന്താ പറയുന്നത്? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആമേ, സ്തോത്രം. നീ വിശ്വസിക്കുക. ദൈവം നീ ഇരിക്കുന്ന അവസ്ഥയിൽ, ഹല്ലേലൂയ, നീ ഇരിക്കുന്ന ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ ദൈവം നിനക്ക് വേണ്ടി തന്നെ പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിരാശകളെ മാറ്റുക, അല്ലെങ്കിൽ സന്തോഷമില്ലായ്മകളെ മാറ്റുക. യഹോവ നിങ്ങൾക്ക് അവൻ നമുക്ക് സന്തോഷം തരുവാൻ, അവങ്കലേക്കുള്ള വിശ്വാസം നമുക്ക് ദൈവ സന്തോഷത്തിൻ്റെ ഒരു പടിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ വചനപ്രകാരം നമ്മുടെ വായി ചിരിയും നമ്മുടെ
അധരങ്ങളിൽ, നീതിമാന്റെ കൂടാരങ്ങളിൽ ജയത്തിൻ്റെ ഉല്ലാസത്തിൻ്റെ ഘോഷം തരുവാൻ ദൈവശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. അല്ല, എപ്പോഴും ബലഹീനമല്ല, എപ്പോഴും രോഗാവസ്ഥയല്ല, എപ്പോഴും നിന്ദകളല്ല, പരിഹാസങ്ങളല്ല. ദൈവം എന്ത് ചെയ്യും? നിന്നെ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടിടയായിത്തീരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ വിശ്വസിക്കുക. ദൈവവചനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അത് അതുപോലെ തന്നെ നടക്കും. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഇനി എന്ത് ചെയ്യണം? നീ കഷ്ടതയിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നീ രോഗത്തിൻ്റെ നടുവിലാണെങ്കിൽ, ആ രോഗത്തെ വെച്ചുകൊണ്ട്, ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് നിനക്ക് പറയാൻ കഴിയണം, എൻ്റെ ദൈവം എനിക്ക് ഇനി സന്തോഷം തരും, എൻ്റെ ഉള്ളിൽ ഇനി എൻ്റെ ദൈവം എനിക്ക് ചിരി തരുമെന്നുള്ള ആ പൂർണ്ണ നിശ്ചയം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. കാരണം ദൈവം, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ ആ ദിവസം വരെ നമ്മളെ കാപ്പാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ആരും സഹായിപ്പാനില്ലെങ്കിലോ, ആരും നമുക്ക് സന്തോഷിപ്പാൻ നമുക്കൊന്നിനും വകയില്ലെങ്കിലോ, യേശുവിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അവൻ നിങ്ങൾക്ക് എന്താണ്? ഒരു ആശ്വാസമാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ദൈവവചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അവൻ എന്താണ്? വിടുവിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായും ദൈവവചനത്തിന്മേൽ നമ്മുടെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ഹല്ലേലൂയ. കാരണം ജീവൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞ സന്തോഷത്തിൻ്റെ ആരംഭം ഹൃദയത്തിൻ്റെ നടുവിൽ നിന്നാണ്. അതുകൊണ്ട് ഹൃദയത്തെ സന്തോഷകരമായി സൂക്ഷിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരും ബലപ്പെടുത്തുമാറാട്ടെ. എപ്പോഴും നിരാശകൾ പറയാതെ വേണം ദൈവവചനം പഠിപ്പിക്കുന്ന ഞാൻ അതരങ്ങളുടെ ഫലം സൃഷ്ടിക്കുക. അപ്പം ഇന്നു മുതൽ ദൈവം എൻ്റെ ജീവിതത്തിൽ പുതിയതൊന്നും ചെയ്യാൻ പോവുകയാണ്. ആമേ സ്വതം. അവൻ എനിക്കിനി സന്തോഷം തരും. ഹല്ലേലൂയ സ്തോത്രം. അവൻ എനിക്കിനി ആനന്ദം തരും. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിപ്പാൻ ദൈവം നമ്മൾ ഓരോരുത്തരും പ്രേരിപ്പിക്കട്ടെ. കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ് സന്തുഷ്ട ആത്മാവാണ്, അല്ലാതെ എപ്പോഴും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും അല്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, നമുക്കറിയാം പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതല്ലേ. അപ്പം മറ്റൊന്നിലും ആശ്രയിച്ചൊരു അഭയം നമുക്ക് വേണ്ട. നസറാന യേശുവിൽ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അവൻ നിനക്ക് ചിരി തരുവാനും സന്തോഷം തരുവാനും നിൻ്റെ ലൈഫിൽ ഒരു ആനന്ദത്തെ നിറയ്ക്കുവാനോ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഈ വചനപ്രകാരം ആരെങ്കിലും ഹല്ലേലൂയ നിരാശയുടെ വക്കിലായിരിക്കുന്ന, സന്തോഷിച്ചിട്ട് വർഷങ്ങളായി, അല്ലെങ്കിൽ ദൈവവചന പ്രകാരം പോലെ ദുഷ്ടൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുക, ഇങ്ങനെ പല ചിന്തകളും പല ഭോഷ്കും പിശാചായവൻ നിങ്ങളുടെ ഹൃദയത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് നിനക്ക് പറയുവാൻ കഴിയണം, ഇല്ല, എൻ്റെ ഈ ഞെരുക്കത്തിൻ്റെ നടുവിൽ ഇയ്യോബ് പറഞ്ഞതുപോലെ എൻ്റെ ഈ ഞെരുക്കത്തിൻ്റെ ഈ അവസ്ഥയെ ഹല്ലേലൂയ അവൻ എന്നെ ഇനിയും നടത്താൻ ശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം, അതേ ശത്രുവായവളെ നീ എന്നെ ചൊല്ലി സന്തോഷിക്കേണ്ട, ഞാൻ ഇരുട്ടിലിരുന്നാൽ യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. ആമേ സ്തോത്രം. അവൻ എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവൻ്റെ ക്രോധത്തെ വഹിക്കും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ശത്രുക്കളെ നോക്കി നിങ്ങൾ എന്നെ ചൊല്ലി എന്ത് ചെയ്യണ്ട? സന്തോഷിക്കേണ്ട. ദൈവവചനം പറയുന്നത് ഹല്ലേലൂയ നന്മയും കാരണം എൻ്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ദൈവവചന പച്ചയായ പുൽപ്പറങ്ങളിലേക്കാണ് അവൻ നമ്മളെ നടത്തുന്നത്. ആമേ ശ്രേഷ്ഠമായതൊക്കെയും ദൈവം നമുക്ക് തരാൻ ശക്തനാണ്. അതുകൊണ്ട് ഇരിക്കണ ഈ അവസ്ഥ, നിങ്ങളിപ്പം പലവിധമായ മാനസികമായ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുക, അല്ലെങ്കിൽ എന്താണ് ഒരു നാളെക്കുറിച്ച് നല്ലൊരു ചിന്ത മനസ്സിലില്ലാത്ത വ്യക്തിയാണെങ്കിൽ, നഷ്ടപ്പെട്ടതിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇന്ന് ദൈവവചനത്തെ നോക്കി വിശ്വാസത്തോടെ പറയുക, ഇല്ല, ഈ കഷ്ടത എന്നെ എന്ത് ചെയ്യത്തില്ല, തിന്ന് കളയുകയില്ല. ആമേ സ്തോത്ര. ഈ കഷ്ടതയുടെ നടുവിൽ കൂടെ ദൈവം എന്നെ ജീവിപ്പിക്കുക. ഹല്ലേലൂയ സ്തോത്ര. ഈ പ്രതിസന്ധിയിൽ ഞാൻ മുങ്ങിപ്പോകത്തില്ല, എൻ്റെ ദൈവം എന്നെ കൈപിടിച്ച് നടത്തുമെന്ന് വിശ്വാസത്തോടെ ആർക്കൊക്കെ പറയാൻ കഴിയുക. കാരണം ദൈവവചനം പറയും, ഇനിയും ദൈവം തരുന്ന സന്തോഷത്തിനും ചിരിക്കും ഒരു അന്തമില്ല. ഹല്ലേലൂയ സ്തോത്ര. ശത്രുവായവൻ എപ്പോഴും നമ്മളെ പ്രശ്നങ്ങളുടെ നടുവിലാണ് കാണുന്നെങ്കിൽ ഇന്ന് നമുക്ക് ശത്രുവിനോട് പറയാൻ പറ്റും, ഞാൻ ഇന്നും ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്ര. ഇന്നും ഞാൻ ജീവിച്ചിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുന്നില്ല, അവനെന്നെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയില്ലേ, മുന്നോട്ടേക്ക് നടത്തുമെന്ന് പൂർണ്ണമായി നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. അതുകൊണ്ട് ഇയ്യോബിൻ്റെ ഈ വചനപ്രകാരം അവൻ കഷ്ടതയിലായിരിക്കുന്ന അവസ്ഥയാണ് എങ്കിലും അവൻ്റെ ആ പ്രതീക്ഷ, അവൻ്റെ ഒരു നങ്കൂരം ക്രിസ്തുവിൽ ഇട്ടിരിക്കുകയാണ്. അവൻ ഇനിയും എന്നെ നടത്തും, അവൻ ഇനിയും എന്നെ സന്തോഷിക്കും, അവൻ എൻ്റെ ഹൃദയത്തിൽ അവൻ എനിക്ക് സന്തോഷം തരും എന്നാൽ പൂർണ്ണ നിശ്ചയം ഇയ്യോബിനുണ്ട് എങ്കിൽ ഞാൻ നീ ആയിരിക്കുന്ന ഏത് പ്രതിസന്ധിയിലായാലും ആമേ സ്തോത്രം, ഏത് കടലിൻ്റെ നടുവിലാണെങ്കിലും ക്രിസ്തു നമുക്ക് വേണ്ടി ഇറങ്ങി വരാൻ ശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിക്കുക, നമ്മുടെ അവിശ്വാസങ്ങളെ മാറ്റാൻ നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. അവൻ്റെ
വചനത്തെ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തരാണ്. ഹല്ലേലൂയ. ഈ വചനപ്രകാരം ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുമാറാകട്ടെ. വീണ്ടും പുത്തനൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.